ഹലോ. അപ്പോൾ ഞാനും മക്കളും വൈകിട്ടൊന്ന് ടൗണിലൊക്കെ ഒന്ന് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ വേറെ ഒന്നിനല്ല, രണ്ടാളുടെ മുടിയൊക്കെ ഒന്ന് വെട്ടി സെറ്റാക്കാനുണ്ടായിരുന്നു. അപ്പം നമ്മൾ താമസിക്കുന്ന അടുത്ത് തന്നെ ഒരു സലൂൺ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടേക്കാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പം നമ്മൾ വന്നപ്പോൾ തന്നെ തിരക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ കഴിയാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് തന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ സായിനെ ഇരുത്തി കേട്ടോ. സായിനെ ഇരുത്തിയതിന് ശേഷമാണ് പിന്നെ കിച്ചുവിനെ വെട്ടാൻ വേണ്ടി ഇരുത്തിയത് കേട്ടോ. അപ്പോൾ ഇവിടെ ആണെങ്കിൽ മുടി വെട്ടുന്നത് മാത്രമല്ല, ബാക്കി എല്ലാ ജെൻസിൻ്റെ മേക്ക് ഓവറും അതുപോലെ ഹെയറിൻ്റെ എല്ലാ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ. ജെൻസ് മാത്രമല്ല, ലേഡീസും വരുന്നുണ്ട്. അപ്പോൾ അതങ്ങനെ സായിയുടെ മുടി വെട്ടൽ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി കിച്ചുവിൻ്റെ കഴിയാൻ വേണ്ടിയിട്ട് ഞാൻ സായും കൂടി ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി വെക്കേഷനൊക്കെ അല്ലേ വരുന്നത്. അപ്പോൾ നാട്ടിൽ പോലും തിരക്കൊക്കെ ആവുകൊണ്ട് അതിന് മുന്നേ തന്നെ മുടിയൊക്കെ ഒന്ന് വെട്ടി സെറ്റാക്കി പോവാമെന്ന് കരുതിട്ടോ. അപ്പോൾ അങ്ങനെ കിച്ചു മുടി വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർക്കുള്ള ഹെയർ സ്റ്റൈലും കാര്യങ്ങളൊക്കെ അവർ ഗൂഗിളിൽ സെർച്ച് ചെയ്തൊക്കെ ചെയ്തിട്ടാണ് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ മക്കളുടെ കൂടെ ഇങ്ങനെ മുടിയൊക്കെ വെട്ടാൻ വേണ്ടിയിട്ട് അവരുടെ കൂടെ പോകുന്നത്. സാധാരണ ഇക്കയാണ് അവരെ കൊണ്ടുപോകാറൊക്കെ കേട്ടോ. ഇക്കാക്ക് ഷോപ്പിൽ ഇത്തവണ സീസൺ ആവുകൊണ്ട് ഷോപ്പിൽ നിന്ന് ഇറങ്ങാനോ ഒന്നും സമയമല്ല. അതുകൊണ്ട് പിന്നെ ഞാനും ഒപ്പം പോകുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് തിരിച്ചിറങ്ങുമ്പോഴത്തേനും രാത്രി ആയിട്ടുണ്ട്. നമ്മളൊരു 5 മണിക്ക് ശേഷമാണ് ഇറങ്ങിയത്. പക്ഷേ അവിടെ നല്ല തിരക്കാവുകൊണ്ട് വരാൻ കുറച്ച് വഴുകി. അപ്പോൾ നമ്മൾ റോഡൊക്കെ ക്ലോസ് ചെയ്ത് ഇനി നമ്മുടെ അവിടേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. പിന്നെ പോണ വഴിക്ക് കുറച്ച് സാധനം വാങ്ങാണ്ട്. അപ്പോൾ അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ വീണ്ടും നടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നടക്കാനുള്ള ദൂരം തന്നെയുള്ളൂ. നമ്മൾ നടന്നിട്ടാണ് വന്നിട്ടുള്ളത്. 5 മണിക്ക് ഇറങ്ങിയിട്ട് തിരിച്ച് 7 മണിയായിട്ടോ വീട്ടിലെത്തിയപ്പോൾ. പിന്നെ നമുക്ക് നടക്കാനുള്ള ദൂരം ആയതുകൊണ്ട് നടന്നിട്ടാണ് കേട്ടോ പോണത്. അവർക്ക് പിന്നെ എൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ വാങ്ങി കഴിക്കണത് ഒരു ശീലമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പോണ വഴിക്ക് അവർക്ക് സിപ്പപ്പ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു കടയിൽ കയറി സിപ്പപ്പൊക്കെ വാങ്ങി നമ്മൾ അവിടെ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോവാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.